ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഓണം സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ എപ്പിസോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇതാണ് മുല്ലപ്പൂവിന് പകരമായിട്ട് നമുക്ക് ഈവൻ കുഞ്ഞുങ്ങൾക്ക് നമുക്കൊക്കെ വടയുടെ ചുറ്റിനും ഒക്കെ യൂസ് ചെയ്യാവുന്ന, അവർക്ക് 2 വശത്ത് കെട്ടിയാൽ കൂടി നമുക്കിതൊരു ബണ്ണായിട്ട് യൂസ് ചെയ്യാം. ഈവൻ ഒരു 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 ജസ്റ്റ് റിബൺ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത് പൂ വരുന്നതും പൂ വരാത്തതും ഉണ്ട്. ഇത് 2 എണ്ണം എനിക്ക് 100 റേഞ്ചിലാണ് കിട്ടിയത് മീഷോയിൽ. ഇതിന് 4 എണ്ണം വരുന്നതും ഒക്കെ ഉണ്ട്. ഒരെണ്ണം വരുന്നതിനേക്കാളും നല്ല ലാഭത്തിൽ നമുക്ക് 2 എണ്ണം മേടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഭയങ്കര ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ റോസാപ്പൂ ഒക്കെ വന്നിട്ട് നമ്മൾ ശരിക്കും കോർത്തെടുത്ത പോലെ തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇത് ഭയങ്കര വൈറലായിട്ടൊരു സാധനമാണ്. ഏതൊരു ഫെസ്റ്റീവ് സീസണിനും ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ഒരു ഗുണം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഇതാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട്, ഇതെൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഞാൻ ഒരുപാട് എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും ഞാനാണെങ്കിൽ യൂസ് ചെയ്ത ഒരു ഐറ്റമാണ്. അത് നമുക്ക് സാരിയുടെ കൂടെയാണ്, ഒരു ഫെസ്റ്റീവ് വെയറിൻ്റെ കൂടെയാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും ഒരു ഫെസ്റ്റീവ് ലുക്കിലേക്ക് പോകാം. ബാക്കിയെല്ലാം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. സോ ഇത് ഒരു 100 റേഞ്ചിൽ വരുന്ന ഒരു ഹെയർ ബാൻഡാണ്. സ്റ്റോണി ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. ഇതിന് ഒരു കേടും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2ാമത് ഒരെണ്ണം വാങ്ങിച്ചതാണ് ഇതും. ഇത് കുറച്ചുകൂടെ വലുതാണ്. കുറച്ചുകൂടെ വലിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കുറച്ചുകൂടെ ക്യാരി ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് കൈൻഡ് ഓഫ് ഫെസ്റ്റീവ് തിങ് വന്നിട്ട്, സോ അതൊക്കെ ഹെയർ സെക്ഷനിലേക്കാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത്. ദെൻ വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ അതിൻ്റെ വേറെ കളേഴ്സ് വന്നിട്ടുള്ള റോസാപ്പൂ. ഇപ്പം നമുക്ക് റോസാപ്പൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിറ്റി ലൈഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് പുറകിൽ വട കെട്ടിയിട്ടും പിന്നിയിട്ടും ഈവൻ നമുക്ക് പുറകിൽ അഴിച്ചിട്ടിട്ടാണെങ്കിൽ കൂടി ജസ്റ്റ് ഒരു നോട്ട് കൊണ്ട് ഇതിനെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ക്ലിപ്പാണിത്. ഇതിൻ്റെ പുറകിൽ ക്ലിപ്പ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് കമ്പിയിൽ കോർത്ത പോലുള്ള പല കളറിലുള്ള, ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും വ്യത്യാസമായിട്ട് ഇതിന് പല കളറിലുള്ള പൂവുണ്ടെന്നാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ആണെങ്കിലും പുറകിൽ അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വട, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച വടയുടെ അതേ ലുക്ക് തന്നെ വരും. പക്ഷേ ഇതൊന്നും നമ്മൾ ചുറ്റി കൊടുക്കണമെന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് ജസ്റ്റ് പിന്നി ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുടി എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ടൈ ചെയ്തിട്ട് ഇതുമായിട്ടൊന്ന് കറക്കി 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 നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പൂ വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ദെൻ അതുമല്ല എങ്കിൽ നമുക്കിത് 2ആയിട്ട് ചെയ്തിട്ടും നമുക്ക് ഇവിടെ പുറകിൽ ടൈ ചെയ്തിട്ട് മുടിയെ കറക്കി 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 എടുത്ത് അങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വടയുടെ പുറകിൽ നമുക്കിത് കെട്ടി വടയ്ക്ക് ഒന്നുകൂടി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 190 റേഞ്ചിലാണ് വന്നത്. എനിക്കൊന്ന് ഷിപ്പിംഗ് ചാർജ് ഉള്ളതുകൊണ്ടാണ്. എന്തായാലും 200 താഴെയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കോഡാണ് ഞാൻ താഴെ കൊടുത്തേക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. ഇതുവരെയുള്ള എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ പ്രത്യേകിച്ച് ഇടാത്തതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. കോഡ്സ് ആണ് മീഷോയിൽ നിന്നാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ ഓണക്കാലം സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ ഒരു കാലമാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായി നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ ശാല പോവാണ്. ബൈ.